യുവർ സ്ട്രഗിൾസ് ഡു നോട്ട് ഡിഫൈൻ യു. ഈയിടെ പുറത്തിറങ്ങിയ ബോബീസിൻ്റെ വെറുമൊരു ഓർമ്മതൻ കുരുന്നു തൂവൽ എന്ന ബുക്കിൽ ബാല്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ബാല്യത്തിൻ്റെ വടുക്കൾ എന്ന ചാപ്റ്ററിലൂടെ ഷൂസി സരമോഗയുടെ സ്മോൾ മെമ്മറീസ് എന്ന ബുക്കിൽ നിന്നെടുത്ത ഒരു ജീവിത കഥയാണ് അതിനകത്ത് പ്രതിപാദിക്കുന്നത്. ബാല്യത്തിലൊരു കുതിരപ്പുറത്ത് കയറണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ കയറാൻ സാധിച്ചില്ല. 80-ാമത്തെ വയസ്സിലും ആ നിരാശയിൽ ജീവിക്കുന്ന ഒരാളിൻ്റെ കഥ. അച്ഛനിത് പ്രതിപാദിക്കുന്നത് ബാല്യത്തെ സംരക്ഷിക്കുന്നതിൻ്റെ ആവശ്യകതയെപ്പറ്റി പ്രതിപാദിക്കാനാണ്. ബാല്യം പവിത്രമാണ്, അത് പുണ്യമാണ്. അതിനൊരു മുറിവുണ്ടാകാതെ നോക്കേണ്ടത് പേരൻസിൻ്റെയും കൂടെയുള്ളവരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ പറയാറുണ്ട്, കുഞ്ഞുനാളിലേറ്റ വേദനകളും മുറിവുകളൊക്കെ ആ ജീവനാനന്ദം നമ്മളെ ഹോണ്ട് ചെയ്യുമെന്ന്. ഇത് വായിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം എനിക്ക് ഓർമ്മ വന്നു. ഞാൻ കുട്ടിയായിരിക്കുന്ന കാലത്ത് നമുക്കെല്ലാവർക്കും അമ്മ വീട്ടിൽ പോകാൻ സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ പോയ സമയത്ത് അമ്മയുടെ തന്നെ ഒരു കസിൻ തൊട്ടടുത്ത് താമസിക്കുന്നുണ്ട്. ഒരു വളരെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ്. അവിടെ ഞങ്ങളെല്ലാവരും കൂടെ ചെല്ലുകയാണ്. അവിടെ ചെന്നപ്പം ഒരു ഷോക്കേസ് മുഴുവൻ പലതരത്തിലുള്ള പാവകളാണ്. കുട്ടിയായി എനിക്കൊരു പാവ എന്ന് പറഞ്ഞാൽ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞപ്പം ഞാൻ വേറൊരു ലോകത്ത്, നമ്മൾ പറയുന്നത് ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്നൊക്കെ പറയുന്നതിന് ഓരോ പാവയും നോക്കി ഇങ്ങനെ ആ ഷോക്കേസ് മുമ്പിൽ നിന്നു. അപ്പോൾ ഈ കുട്ടിയുടെ അമ്മ വന്നിട്ട് എന്നോട് ചോദിച്ചു, മോൾക്ക് പാവയും വേണോ? അപ്പോൾ ഞാൻ തലയാട്ടി. അമ്മ അതിൽ നിന്നൊരു പാവ എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. അന്ന് ലോകം പിടിച്ചതൊക്കെ സന്തോഷമായിരുന്നു. അതിനെ കെട്ടിപ്പിടിച്ച് തൊട്ട് പിടിച്ചൊക്കെ നിന്നപ്പം പോരാൻ നേരത്തെ അമ്മ പറഞ്ഞു, മോൾ ഈ പാവയെ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ ഒത്തിരി സന്തോഷത്തോടെ ആ പാവയെ വീട്ടിൽ കൊണ്ടുവന്ന് എൻ്റെ കൈ കൊണ്ട് തന്നെ അതിനൊരു കുപ്പായമൊക്കെ തുന്നി ഊണിലും ഉറക്കത്തിനൊക്കെ ആ പാവയോടൊപ്പം സമയം ചെലവഴിച്ചു. അങ്ങനെ എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഈ അമ്മയും അച്ഛനും ഈ കുട്ടിയുടെ വീട്ടിൽ വരിക. അപ്പം അന്ന് എനിക്ക് ഈ പാവയെ തന്നിരുന്നത് ഈ കുട്ടി കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ വീട്ടിൽ വന്നപ്പോൾ തന്നെ ഈ പാവയെ കുട്ടി തിരിച്ചറിഞ്ഞു. കാരണം ഒത്തിരി പാവകളുണ്ടായതുകൊണ്ട് ഒരു പാവ നഷ്ടപ്പെടുക ആ കുട്ടി അറിഞ്ഞിരുന്നില്ല. അപ്പോൾ അവൾ കരയാൻ തുടങ്ങി, ഇത് എൻ്റെ പാവയാണ്, ഇതെങ്ങനെ ഇവിടെ വന്നു? എനിക്കത് ഒന്നും അതിനെനിക്ക് ഫേസ് ചെയ്യാൻ പോലും പറ്റിയില്ല. പക്ഷേ ആ കുട്ടി വാശി പിടിച്ചപ്പം എൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ പാവ നിൻ്റെ സ്വന്തമല്ല, അത് ആ കുട്ടീനെയാണ്. അവളുടെ മുഖത്തൊരു സന്തോഷം വരണമെങ്കിൽ ഈ പാവ നീ തിരിച്ചു കൊടുത്തേ പറ്റൂ. ഒട്ടും മനസ്സിലായിരുന്നു. ഒത്തിരി വേദനയോടെ ഞാൻ തയ്ച്ചിട്ട ആ കുപ്പായം സഹിതം ആ പാവയെ ഞാൻ ആ കുട്ടിക്ക് വിട്ടുകൊടുത്തതാണ്. അവൾ സന്തോഷത്തോടെ പോയി വീട്ടിലിരുന്ന് വിങ്ങിത്തെറിഞ്ഞ് എന്നെ എൻ്റെ അമ്മ മടിയിലിരുത്തിയിട്ട് പറഞ്ഞു, മോളെ നീ ചെയ്തത് വലിയൊരു കാര്യമാണ്. കാര്യം നിനക്ക് വിഷമം ഉണ്ടായെങ്കിലും ആ കുട്ടിയുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടാക്കാൻ നിൻ്റെ ആ വിഷമത്തിന് സാധിച്ചു. അതെനിക്കൊരു വലിയ പാഠമായിരുന്നു. എൻ്റെ ഹൃദയത്തിലുണ്ടായ വലിയൊരു വോണ്ടിൽ നിന്ന് അമ്മ എനിക്കൊരു ഇഷ്ടം പകർന്നു തരികയായിരുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് എനിക്ക് എന്ത് വിട്ടുകൊടുക്കുന്നതിന് യാതൊരു മടിയുമില്ല. ആർക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എൻ്റെ മോൾ എന്നോട് പറയും, അമ്മ യു ആർ എ ഗിവർ. ഞാൻ ഗിവിങ് എന്ന ലെസൺ പഠിച്ചത് അമ്മയിൽ നിന്നാണെന്ന് അവൾ പറയാറുണ്ട്. അത് കേൾക്കുമ്പം എപ്പോഴും എൻ്റെ അമ്മയെ ഓർക്കും. വോട്ട് ഇസ് ദ പ്ലേസ് വെയർ ലൈറ്റ് എൻഡേഴ്സ് എന്ന് റൂമി പറഞ്ഞത് എത്ര അർത്ഥവത്തായി എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, സ്കൂൾ തുറക്കുന്ന സമയമാണ്. നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകുന്നു. അവരുടെയൊക്കെ ജീവിതത്തിൽ ഒരു മുറിവുണ്ടാകാതെ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇനിയിപ്പം മുറിവുണ്ടായാൽ പോലും എൻ്റെ അമ്മ ചെയ്തതുപോലെ അതിനെ ഹീല് ചെയ്താൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് അവർക്കൊരു ഇഷ്ടമുണ്ടാകും. അതിനെ അവർ മറികടക്കും. എല്ലാ പേരൻസിൻ്റെ കയ്യിൽ നിന്നും അവരുടെ മക്കൾ സുരക്ഷിതരാകട്ടെ, അവരുടെ ബാല്യം പുണ്യമുള്ളതാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.